ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈംഗികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള 5 സിനിമകളെയാണ് നിങ്ങൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ലൈംഗികതയുടെ അതിപ്രസരണം കൊണ്ട് തന്നെ ഈ സിനിമകൾ നിങ്ങളെ ഒരിക്കലും നിരാശനാക്കത്തില്ല. ഈ വീഡിയോയുടെ മുന്നിലത്തെ ഭാഗം ഇതിന് മുന്നിലത്തെ വീഡിയോകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ കാണാവുന്നതാണ്. ഈ വീഡിയോ കാണുന്നവർ ഇതിൻ്റെ അവസാനം വരെ കാണുക. കാരണം അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ജാക്ക് പോട്ട് തന്നെ വെച്ചിട്ടുണ്ട്. നമുക്കെന്നാൽ ആദ്യത്തെ സിനിമയിലേക്ക് കിടക്കാം. നിങ്ങളെ ആദ്യമേ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പൊളിപ്പടമാണ്. പഴയ കാലത്താണ് ഈ പടം റിലീസായതെങ്കിലും ഈ പടം തരുന്ന സുഖം ഇപ്പോൾ റിലീസാകുന്ന ഒരു പടത്തിനും തരുവാൻ സാധിക്കുകയില്ല. 1979 റിലീസായ കാലിഗുലയാണ് ഈ പടം. കാലിഗുല എന്ന ചക്രവർത്തിയുടെ കഥ പറയുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം. മാൽക്കം മക്ഡോവൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ പല പെണ്ണുങ്ങളുടെയും നഗ്നതാ പ്രദർശനമുണ്ട്. പുതിയതായി ഇറങ്ങുന്ന ഏത് ചിത്രത്തിനെ എടുത്തു വെച്ചാലും ഈ ചിത്രത്തിൻ്റെ തട്ട് താണു തന്നെയാണ് ഇരിക്കുന്നത്. കാലിഗുല എന്ന ചക്രവർത്തിയുടെ പട്ടാഭിഷേകവും അതിനുശേഷം ഉണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് ഈ ചിത്രം കൊണ്ടുപോകുന്നത്. നല്ലൊരു ഇറോട്ടിക് ഫാൻറ്റസി ചിത്രമാണ്. എറിയാൻ അറിയാത്തവൻ്റെ കയ്യിൽ വടി കിട്ടിയാൽ എങ്ങനെയിരിക്കും എന്നതാണ് ഈ സിനിമ പ്രേക്ഷകർക്ക് മുന്നിൽ പറയുന്നത്. ചിത്രത്തിലുടനീളം കാലിഗുല പല സ്ത്രീകളുമായി ബന്ധപ്പെടുന്നുണ്ട്. അതിൽ അവൻ്റെ സഹോദരിയായ സീസിയോനെയും ഉൾപ്പെടുന്നു. കളിമൂത്ത് അവസാനം കാലിഗുല അവൻ്റെ കൊട്ടാരം ഒരു കളിവീടാക്കി മാറ്റുന്നു. വളരെ ക്ഷിപ്രകോപിയും കാമഭ്രാന്തനും ബുദ്ധിഹീനനുമായിരുന്നു നമ്മുടെ കഥാനായകൻ. സൈനിക മേധാവിയുടെ ഭാര്യയെ കളിച്ചിട്ട് അവനുമായി തന്നെ കഥാനായകൻ ശത്രുതയുണ്ടാക്കുന്നു. കൊട്ടാരത്തിൻ്റെ ഖജനാവ് നിറയ്ക്കുവാൻ വേണ്ടി മന്ത്രിമാരുടെ ഭാര്യമാരെ കളിക്കുവാൻ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നു. ഇങ്ങനെ കിടക്കുന്നു കാലിഗുലയുടെ വീരസാഹസ്യ കൃത്യങ്ങൾ. ഇറോട്ടിസം കൊണ്ടും കളികൾ കൊണ്ടും പ്രേക്ഷകരെ നല്ല രീതിയിൽ ആവേശഭരിതരാക്കുന്ന ഒരു സിനിമയാണിത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന മിക്കവരുടെയും ഫേവറേറ്റ് ലിസ്റ്റിലോട്ട് ഈ പടം പോകുമെന്നത് തീർച്ചയായ കാര്യമാണ്. 1995 റിലീസായ ഫ്രണ്ട് ഓഫ് ദ ഫാമിലി എന്ന പടമാണ് രണ്ടാമത്തേത്. ഇതൊരു അടിപൊളി കളി പടമാണ്. ഗ്രിഫിൻ ഡ്രൂ കേന്ദ്ര കഥാപാത്രമായി വരുന്ന ഈ സിനിമയിൽ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. ഏകദേശം 3 പാർട്ടോളം ഈ സിനിമയ്ക്കുണ്ട്. ഈ 3 പാർട്ടുകളിലും നല്ല അടിപൊളി കളികളാണ് പ്രേക്ഷകർക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. ഇതൊരു ടാബു ടൈപ്പ് പടമാണ്. മകളുടെ കാമുകൻ തൻ്റെ വീട്ടിലോട്ട് വരുന്നു. അവിടെ എത്തിയ കാമുകൻ തൻ്റെ വശ്യത ഉപയോഗിച്ച് അവിടുത്തെ കാമുകിയുടെ അമ്മയെയും അവിടെയുള്ള മറ്റ് സ്ത്രീജനങ്ങളെയും വളയ്ക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ അവിടെ ഒരു അവിഹിതം നടക്കുന്നു. ആദ്യമേ തന്നെ ടാബു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഈ സിനിമയുടെ കിടപ്പ് എങ്ങനെയാണെന്ന്. ഇതൊരു മുഴുനീളം കളിപ്പടമാണ്. അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന പ്രേക്ഷകർ ഒരിക്കലും നിരാശനാകേണ്ടി വരികയില്ല. 1993 റിലീസായ ദ ക്രഷ് എന്നതാണ് മൂന്നാമത്തെ പടം. അലിക്ക സിൽവർസ്റ്റോൺ കേന്ദ്ര കഥാപാത്രമായി വരുന്ന ഈ സിനിമയിൽ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. നല്ലൊരു അടിപൊളി ചരക്കാണ്. ആഡ്രിയൻ ഫോറസ്റ്റർ എന്ന അലിക്ക സിൽവർസ്റ്റോൺ അവളുടെ വീട്ടിലോട്ട് വാടകയ്ക്ക് കഥാനായകൻ താമസിക്കുവാൻ വേണ്ടി വരുന്നു. അവനെ കണ്ടതും നായികയ്ക്ക് അവനോട് ഇഷ്ടം തോന്നുന്നു. അങ്ങനെ അവൾ അവനെ വളയ്ക്കുവാൻ ശ്രമിക്കുന്നു. കഥാനായകന് ഒരു കമ്പനിയിൽ ജോലിയുണ്ടായിരുന്നു. ഒരു ദിവസം കുറച്ച് കൂടുതൽ വർക്ക് അവനോട് ചെയ്യുവാൻ അവിടുത്തെ ബോസ് പറയുന്നു. അവൻ ആ വർക്കുമായി വീട്ടിലിരിക്കുമ്പോൾ കഥാനായിക അവനോട് സംസാരിച്ച് മൂഡ് പിടിപ്പിക്കാൻ വരുന്നു. പക്ഷേ അവൻ അവളെ ഗെറ്റ് ഔട്ട് അടിക്കുന്നു. പിറ്റേ ദിവസം അവൻ ആ വർക്ക് ബോസിന് സബ്മിറ്റ് ചെയ്യാൻ പോകുമ്പോൾ അതിൽ ചില മാറ്റങ്ങൾ കാണുന്നു. ബോസ് അവൻ്റെ വർക്ക് കണ്ട് അവനെ അഭിനന്ദിക്കുന്നു. അവൻ്റെ വർക്ക് ആരാണ് ചെയ്തതെന്ന് അവന് മനസ്സിലായില്ല. പിന്നീട് കഥാനായികയെ അവനൊരു പാർട്ടിയിൽ വെച്ച് കാണുന്നു. അവിടെ വെച്ച് അവൾ അവനോട് തൻ്റെ വർക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവന് മനസ്സിലാകുന്നു ആരാണ് ആ വർക്ക് ചെയ്തതെന്ന്. പിന്നീട് അവർ തമ്മിൽ കൂട്ടാകുന്നു. ഈ പാർട്ടിയിൽ വെച്ച് അവർ മതിമറന്ന് കിസ്സടിക്കുന്നു. ഈ സിനിമയുടെ മെയിൻ ഹൈലൈറ്റ് നായകൻ നായിക അറിയാതെ ഡ്രസ്സ് മാറുന്നത് കാണുന്നതാണ്. അവളാണേൽ അവന് കാണുവാൻ പാകത്തിന് വിധം നിന്നും കൊടുക്കുന്നു. അങ്ങനെ അവർ തമ്മിൽ അറിയാതെ തന്നെ പരസ്പരം ദാഹങ്ങൾ കൈമാറുന്നു. ഈ സിനിമ മുഴുവൻ ട്വിസ്റ്റുകൾ നിറഞ്ഞതാണ്. ഇതിനിടയിൽ കഥാനായകൻ വേറൊരു ഓഫീസിലുള്ള ഒരു കിഡ് പീസുമായി സെറ്റാകുന്നുണ്ട്. അവർ തമ്മിൽ പരിപാടി നടക്കുന്നുമുണ്ട്. അതെല്ലാം കഥാനായിക കാണുകയും ചെയ്യുന്നു.
അങ്ങനെ അവർ തമ്മിലുള്ള സംഘടനമാണ് അവസാനം സിനിമയുടെ ക്ലൈമാക്സ്. അലിക്ക സിൽവർസ്റ്റോണിൻ്റെ ആകാരഭംഗിയും സൗന്ദര്യവും ഈ സിനിമയെ മറ്റൊരു തലത്തിലോട്ട് ഉയർത്തിക്കാട്ടുന്നുണ്ട്. 2011 പുറത്തിറങ്ങിയ ഷെയ്മാണ് 4ാമത്തെ പടം. മൈക്കിൾ ഫാസ്ബെൻഡർ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ സിനിമയിൽ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. ബ്രാൻഡൻ എന്ന മൈക്കിൾ ഫാസ്ബെൻഡർ ഒരു സെക്സ് അഡിക്റ്റ് ആയിരുന്നു. അവന് ഒരു ദിവസം പോലും സെക്സ് ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ലായിരുന്നു. ദിവസവും സെക്സ് അല്ലെങ്കിൽ കൈപ്പണി അവന് വേണമായിരുന്നു. സിനിമയുടെ തുടക്കത്തിൽ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ബ്രാൻഡനെയാണ് കാണിക്കുന്നത്. അവൻ അടുത്തുള്ള ഒരു അടിപൊളി ചരക്കിനെ വളയ്ക്കാൻ ശ്രമിക്കുന്നു. സുന്ദരനായിരുന്നു ബ്രാൻഡൻ. അവൻ്റെ മുന്നിൽ ആരായാലും വീണു പോകുമായിരുന്നു. പക്ഷേ ആ ചരക്ക് അവനെ കൊതിപ്പിച്ച് കടന്നു കളയുന്നു. അത് ബ്രാൻഡനെ വളരെയധികം സങ്കടപ്പെടുത്തുന്നു. ആ സങ്കടം അവൻ വീട്ടിലെത്തിയ തൻ്റെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന കളക്ഷനോട് തീർക്കുന്നു. സമൂഹത്തിൽ വലിയ മാന്യനും നല്ല നിലവാരവുമുള്ള ജോലി ചെയ്യുന്ന ആളായിരുന്നു ബ്രാൻഡൻ. അവൻ്റെ ഈ സ്വഭാവത്തിനെ പറ്റി ആർക്കും തന്നെ അറിയില്ലായിരുന്നു. ഇതെല്ലാം അവൻ്റെ സ്വകാര്യതയിൽ ഒതുങ്ങി നിന്നിരുന്നു. ആ സമയമാണ് അവൻ്റെ അനുജത്തി അവൻ്റെ സ്വകാര്യ ജീവിതത്തിലോട്ട് കടന്നു വരുന്നത്. അവളുടെ വരവ് ശരിക്കും അവൻ്റെ ജീവിതം തകിടം മറിച്ചു. അവന് ആകപ്പാടുണ്ടായിരുന്ന ബന്ധു അവൻ്റെ അനുജത്തിയായിരുന്നു. രാത്രിയിൽ അവൾ അവൻ്റെ കൂടെ കിടക്കുവാൻ വരുന്നു. അവളുടെ വരവ് അവൻ്റെ ഉള്ളിലെ മൃഗത്തെ ഉണർത്തുമോ എന്ന് അവൻ ഭയപ്പെട്ടിരുന്നു. ഒരിക്കൽ അവളുടെ അനുജത്തി അവൻ മുറിയിൽ കൈപ്പണി നടത്തുന്നത് കണ്ടുപിടിക്കുന്നു. മാത്രമല്ല അവൻ്റെ കമ്പ്യൂട്ടറിലുള്ള അവൻ്റെ കമനീയ ശേഖരവും കണ്ടെത്തുന്നു. ബ്രാൻഡൻ്റെ അടിപൊളി കളികൾ നിറഞ്ഞതാണ് ഈ സിനിമ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തന്നെ ഈ സിനിമ ഇഷ്ടമാകും. കളിപ്പടങ്ങൾ തിരഞ്ഞു നടക്കുന്നവർക്ക് അവരുടെ ഫേവറേറ്റ് കളക്ഷനിലോട്ട് പോകുന്ന ഒരു പടം തന്നെയാണിത്. നിങ്ങളെ 5ാമതായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കിടുപടമാണ്. ഈ വീഡിയോ കാണുന്ന ഭൂരിപക്ഷം പേരും ഇതുവരെ കാണാത്ത ഒരു അഡാറ് പടമാണിത്. പലതരം ഫാൻറ്റസികളിലേക്ക് പ്രേക്ഷകരെ കൊണ്ടുപോകുന്ന ഒരു പൊളി ഇംഗ്ലീഷ് പടം. 1990 റിലീസായ ദ ഇൻവിസിബിൾ മാനിയാക്കാണ് ഈ പടം. നോയൽ പീറ്റേഴ്സ് കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഈ സിനിമയിൽ പല സ്ത്രീകളുടെയും നഗ്നതാ പ്രദർശനമുണ്ട്. ഈ സിനിമയിൽ നോയൽ പീറ്റേഴ്സ് അവതരിപ്പിക്കുന്നത് കെൽവിൻ ഡോൺ വിങ്കിൾ എന്നൊരു കഥാപാത്രത്തിനെയാണ്. ചെറുപ്പം തൊട്ടേ ഡോൺ വിങ്കിളിൻ്റെ അമ്മയ്ക്ക് അവനൊരു ശാസ്ത്രജ്ഞൻ ആകുവാനാണ് ആഗ്രഹം. എന്നാൽ ഡോൺ വിങ്കിളിനാകട്ടെ സ്ത്രീകൾ തുണി മാറുന്നിടത്തേക്ക് ഒളിഞ്ഞു നോക്കുന്നതുമാണ് ഇഷ്ടം. ഒരു ദിവസം അവൻ്റെ ഈ ചേഷ്ട അവൻ്റെ അമ്മ കണ്ടുപിടിക്കുന്നു. അങ്ങനെ അവൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് പൂരത്തെറിവിളി അവന് ലഭിക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് യുവാവായ ഡോൺ വിങ്കിളിനെയാണ്. അവൻ്റെ പുതിയ കണ്ടുപിടുത്തം സയൻറ്റിഫിക് സൊസൈറ്റിയെ പരിചയപ്പെടുത്തുവാൻ പോകുന്നതാണ് അടുത്ത രംഗം. ഡോൺ വിങ്കിൾ പുതിയതായി ഒരു സിറം കണ്ടുപിടിച്ചിരിക്കുന്നു. ആ സിറം മനുഷ്യ ശരീരത്തിലോട്ട് ഇൻജെക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കുകയില്ല. പക്ഷേ ഡോൺ വിങ്കിൾ തൻ്റെ പുതിയ പരീക്ഷണത്തിൽ പരാജയപ്പെടുന്നു. അവിടെ ഉണ്ടായിരുന്ന സയൻറ്റിഫിക് സൊസൈറ്റിയിലെ ഓരോ അംഗവും ഡോൺ വിങ്കിളിനെ കളിയാക്കുന്നു. കുഞ്ഞിനെ തൊട്ട് മാതാവിൻ്റെ പക്ഷത്തിൽ നിന്നുള്ള പീഡനവും ഈ അപമാനവും ഡോൺ വിങ്കിളിൻ്റെ മനോനില തെറ്റിക്കുന്നു. ഡോൺ വിങ്കിൾ അവിടെ ഉണ്ടായിരുന്ന സയൻറ്റിഫിക് സൊസൈറ്റിയിലെ ഓരോ അംഗത്തിനെയും കൊല്ലുന്നു. ഡോൺ വിങ്കിൾ കൊലപാതക കുറ്റത്തിന് ജയിലിൽ പോകുന്നു. ഈ സിനിമ 2000 ഇറങ്ങിയ ഹോളോമാൻ്റെ പൂർവികനായിട്ട് വരും. ഹോളോമാനും നല്ലൊരു കളിപ്പടമായിരുന്നു. ജയിലിൽ നിന്നും ചാടുന്ന ഡോൺ വിങ്കിൾ പേര് മാറ്റി ഹൈസ്കൂൾ ഫിസിക്സ് ടീച്ചറായി ചെല്ലുന്നു. അടിപൊളി അഡാറ് ഐറ്റംസ് ഉള്ള ഹൈസ്കൂളായിരുന്നു അത്. ഈ സിനിമയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ സിനിമയിലുള്ള എല്ലാ അഡാറ് സാധനങ്ങളുടെയും പൂർണ്ണ നഗ്നതാ പ്രദർശനം ഉണ്ടെന്നാണ്. ഹൈസ്കൂളിൽ ഇത്തരം അഡാറ് സാധനങ്ങളെ കണ്ടപ്പോൾ ഡോൺ വിങ്കിളിൻ്റെ ഉള്ളിലെ കാമദേവൻ ഉണർന്നു. അവൻ അവർ പ്രാക്ടീസ് കഴിഞ്ഞ് കുളിച്ചുകൊണ്ടിരുന്ന ഗേൾസ് ലോക്കർ റൂമിലോട്ട് എത്തി നോക്കുന്നു. എന്നാലും അവൻ്റെ കാമവേശം അടങ്ങിയില്ല. അവസാനം അവൻ അവൻ്റെ പരീക്ഷണത്തിൽ വിജയിക്കുന്നു. ഡോൺ വിങ്കിളിന് അപ്രത്യക്ഷനാകാനുള്ള കഴിവ് ലഭിക്കുന്നു. ഡോൺ വിങ്കിൾ അങ്ങനെ അപ്രത്യക്ഷനായി ഹൈസ്കൂളിൽ എത്തി പല പരിപാടികളും നടത്തുന്നു. ഹൈസ്കൂളിലെ ഹെഡ് മിസ്സിനെ പോലും അവൻ വെറുതെ വിടുന്നില്ല. ആ കളി അവസാനം TV ന്യൂസ് റിപ്പോർട്ടറിലേക്ക് വരെ നീളുന്നു. നല്ല രീതിയിൽ പ്രേക്ഷകരെ ആവേശഭരിതരാക്കുന്ന ഒരു പടം തന്നെയാണിത്. അതുകൊണ്ട് ഇത് കാണുന്ന ആരും ഈ പടം മിസ് ചെയ്യരുത്. പലരുടെയും നഗ്നതാ പ്രദർശനം കൊണ്ട് ഈ പടം പ്രേക്ഷകരെ ആവേശഭരിതരാക്കും എന്നുള്ളത് തീർച്ചയായ ഒരു കാര്യം തന്നെയാണ്.
അടുത്തതായി നമ്മൾ 6ാമത്തെ പടത്തിലോട്ടാണ് പോകുന്നത്. 1987 പുറത്തിറങ്ങിയ 11 Days 11 Nights എന്നൊരു പടമാണ്. ലൂസിയാന ഒട്ടാവണി കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ സിനിമയിൽ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. സാറ എന്നൊരു കഥാപാത്രത്തിനെയാണ് നടി അവതരിപ്പിക്കുന്നത്. കമ്പിക്കഥ എഴുത്തുകാരിയാണവൾ. ഈ കഥ എഴുതുവാൻ വേണ്ടി ഒരു കല്യാണ പയ്യനെ വളച്ച് പരിപാടി നടത്തുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം. ഈ സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ സാറയുടെ നഗ്നതാ പ്രദർശനമുണ്ട്. നല്ലൊരു അടിപൊളി ചരക്കാണ് സാറ. അവളുടെ മാന്ത്രിക വലയത്തിൽ മൈക്കിൾ എന്നൊരു പയ്യൻ വീഴുന്നു. ഒരു ഫെറിയിൽ വെച്ചാണ് മൈക്കിൾ സാറേനെ കാണുന്നത്. ആ കൂടിക്കാഴ്ചയിൽ തന്നെ സാറ മൈക്കിളിന് കളി കൊടുക്കുന്നു. പരിപാടി കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും രണ്ടായിട്ട് പിരിയുന്നു. മൈക്കിൾ സാറയോട് ഇനി എപ്പോൾ കാണുമെന്ന് ചോദിക്കുന്നു. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞ് സാറ പോകുന്നു. കിട്ടിയ കളിയിൽ വലിയ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു മൈക്കിൾ. തനിക്ക് കിട്ടിയ കളിയുടെ കാര്യം മൈക്കിൾ കൂട്ടുകാരനോട് പറയുന്നു. കൂട്ടുകാരൻ മൈക്കിളിനെ ഒരു ബാറിൽ കൊണ്ടുപോയി ചെലവ് ചെയ്യിക്കുന്നു. ബിൽ കൊടുക്കേണ്ട സമയമായപ്പോൾ മൈക്കിൾ തൻ്റെ വാലറ്റ് തപ്പുന്നു. പക്ഷേ അത് കാണുന്നില്ലായിരുന്നു. ആ പെണ്ണ് ഒരു കള്ളിയായിരിക്കുമെന്നും അവൾ തന്നെയായിരിക്കും മൈക്കിളിൻ്റെ വാലറ്റ് എടുത്തതെന്നും കൂട്ടുകാരൻ പറയുന്നു. എന്നാൽ മൈക്കിൾ അത് വിശ്വസിക്കുന്നില്ല. അതിനിടയിൽ സാറ താൻ എഴുതിയ മൈക്കിളുമായുള്ള കമ്പിക്കഥ പബ്ലിഷറിൻ്റെ അടുക്കൽ കൊടുക്കുന്നു. പബ്ലിഷർ ഇത് ഇത്രയും പോരെന്നും ഇനിയും വേണമെന്നും പറയുന്നു. സാറ മൈക്കിളിനെ വീണ്ടും കണ്ടുമുട്ടുവാൻ വേണ്ടി മൈക്കിളിൻ്റെ പക്കലിൽ നിന്നും എടുത്ത വാലറ്റ് നോക്കുന്നു. അതിൽ നിന്നും മൈക്കിളിനെ സാറ ബന്ധപ്പെടുന്നു. മൈക്കിളിൻ്റെ വാലറ്റ് ഫെറിയിൽ നഷ്ടപ്പെട്ടു പോയതാണെന്നും തനിക്കത് ലഭിച്ചുവെന്നും സാറ പറയുന്നു. തനിക്ക് വീണ്ടും കളി കിട്ടുവാൻ ചാൻസ് ഉണ്ടെന്ന് കണ്ട മൈക്കിൾ ഡബിൾ ഹാപ്പിയാകുന്നു. അങ്ങനെ സാറയും മൈക്കിളും തമ്മിൽ പരസ്പരം കണ്ടുമുട്ടുകയും ബന്ധപ്പെടുകയും ചെയ്യുന്നു. താൻ 11 ദിവസത്തിനുള്ളിൽ വിവാഹിതനാകുമെന്നും അതിനാൽ തനിക്കൊരു റിലേഷൻഷിപ്പിന് താല്പര്യമില്ലെന്നും മൈക്കിൾ പറയുന്നു. തനിക്ക് ആ 11 രാത്രികൾ മാത്രം മതിയെന്ന് സാറ പറയുന്നു. അങ്ങനെ അവർ പരസ്പരം ഒരു ഡീലിൽ ഒത്തുചേരുന്നു. പിന്നീടുള്ള 11 ദിവസവും അവർ അടിച്ച് ആർമാദിക്കുകയാണ്. സാറയാണ് ഈ സിനിമയുടെ മെയിൻ ഹൈലൈറ്റ്. ഇതിനിടയിൽ മൈക്കിൾ കെട്ടാൻ പോകുന്ന പെണ്ണായ ഹെലൻ ഒരു അപരിചിതനുമായി പരിപാടി നടത്തുന്നുണ്ട്. വശ്യസുന്ദരിയാണ് സാറ. അതുകൊണ്ട് തന്നെ തുണ്ടുപടം തപ്പി നടക്കുന്നവരുടെ ഫേവറേറ്റ് കളക്ഷനിലോട്ട് ഈ പടം പോകുമെന്നത് തീർച്ചയായ ഒരു കാര്യമാണ്. സാറയുടെ മനോഹാരിത സിനിമയിലുടനീളം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പടത്തിന് ശേഷം ഇത് കാണുന്ന നിങ്ങൾ ലൂസിയാന ഒട്ടാവണി എന്ന സാറയുടെ ആരാധകർ ആകുമെന്ന് തീർച്ചയായ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ വീഡിയോകൾ എനിക്ക് ചെയ്യാൻ പ്രചോദനമാകുന്നത്. ഇനി ഞാൻ അവസാനം പറഞ്ഞ ജാക്ക്പോട്ടിൻ്റെ കാര്യം പറയാം. ആർക്കെങ്കിലും ഈ സിനിമകൾ കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ വെറുതെ തപ്പി നടന്ന സമയം കളയണ്ട. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്യൂ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ.